കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം പരാജയമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. യാഥാർത്ഥ്യബോധമില്ലാതെ മദ്യനയം നടപ്പാക്കിയതിനാൽ സംസ്ഥാനത്ത് കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയതായി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കാനുള്ള സമഗ്ര പദ്ധതി ഈ വർഷം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബാർക്കോഴ കേസിൽ സ്വകാര്യ അഭിഭാഷകനെ കൊണ്ടുവന്നത് സംബന്ധിച്ച പരിശോധന നടത്താൻ ഗുഡ് ഗവേണൻസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി എ.കെ. ബാലനും സഭയെ അറിയിച്ചു. ആ റിപ്പോർട്ടിലേക്ക് കൂടി കണ്ട ശേഷം പെട്ടെന്ന് സമഗ്രമായ വിലയിരുത്തലിലേക്ക് മടങ്ങിയെത്താം. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ചുള്ള എം സ്വരാജിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മദ്യനയം പരാജയമായിരുന്നുവെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. യാഥാർത്ഥ്യബോധമില്ലാതെ നടപ്പാക്കിയ മദ്യനയത്തിന്റെ പരിണിതഫലമായി സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉപയോഗം വർദ്ധിച്ചു. എക്സൈസ് വകുപ്പ് 2013 793 നാർക്കോട്ടിക് കേസുകളും 2014 970 കേസുകളും രജിസ്റ്റർ ചെയ്തു. എന്നാൽ മദ്യനയം നടപ്പാക്കിയ 2013 കേസുകളുടെ എണ്ണം 1430 വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടിയ മന്ത്രി മദ്യവർജനത്തിലൂന്നിയ മദ്യനയമാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും നിയമസഭയിൽ വ്യക്തമാക്കി. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും സമഗ്രമായ പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇവരുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും ലക്ഷ്യമിട്ട് സമഗ്രമായ ഒരു പദ്ധതി ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. സംസ്ഥാനത്തെ ഭവനരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഈ സാമ്പത്തിക വർഷം 5000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. ഭൂരഹിതരായ 26,210 പട്ടികജാതിക്കാരും 10,517 പട്ടികവർഗക്കാരും സംസ്ഥാനത്തുണ്ട്. 5 വർഷം കൊണ്ട് ഇവരുടെ ഭൂമി ഭവന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ നിയമസഹായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിക്കാൻ ഗുഡ് ഗവേണൻസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ.